നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം എണ്ണക്കടി കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും മനസ്സിൽ. അങ്ങനെയുള്ള കുറ്റബോധം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് അടിപൊളി ഒരു ഹെൽത്തി സ്നാക്ക് പറഞ്ഞു തരട്ടെ. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങുമാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. ഈ എണ്ണയിലിട്ടിട്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നല്ലൊരു കാറ്റും മഴയ്ക്കുള്ളൊരു സാധ്യതയായി തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. അതാണ് ഈ ഇത്രയും പുക സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതൊന്ന് ക്ഷമിച്ച് വെക്കണേ. ഇനി നമുക്ക് ഈ സവോളയിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് ചെറുതായിട്ട് അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മുഴുവനായിട്ട് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല എങ്കിൽ ഒരു 5-6 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അതാണ് അതിലേക്ക് അതൊന്ന് യോജിച്ച് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നത്. അതിലെ ഐസ് ഒന്ന് ഉരുകി വരണമല്ലോ. അത് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ട് അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്. കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാകും. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഈ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മളിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള കുരുമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം മസാല ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണേ. ഞാനിപ്പോൾ ഒരു 4 കോഴിമുട്ട എടുത്ത് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് മുൻപായിട്ട് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. മസാലയും മുട്ടയും നന്നായിട്ട് യോജിച്ചോട്ടെ. 4 മുട്ട ചേർക്കണമെന്നില്ല, 3 മുട്ട ചേർത്താൽ മതി. 3 മുട്ട കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. 4 മുട്ടയുടെ മസാല കുറച്ച് അധികം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ. മുട്ടയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തേലും വേണമെന്നൊന്ന് നോക്കുക. എനിക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഈ സമയത്ത് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിനെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യുമിൻ ഉണ്ടല്ലോ, അതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 3/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ള തേങ്ങയുടെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് മുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഈ സ്റ്റെപ്പ്. മല്ലിയില കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളം ആയിരിക്കണം ചേർക്കേണ്ടത്. പച്ചവെള്ളം ചേർക്കുകയും ചെയ്യരുതേ. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം സ്പൂൺ വെച്ചിട്ട് മാത്രമേ കുഴയ്ക്കാൻ പറ്റൂ, കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില പൊടികൾക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് വ്യത്യാസം വരും. ചില പൊടികൾ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ
കുറേശ്ശെ ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് അടച്ചു വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ കൈ വെച്ച് കുഴയ്ക്കുന്ന സമയത്തും നമ്മുടെ മാവ് ഒരുപാട് ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് പച്ചവെള്ളത്തിൽ നനച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിന് കൈവെള്ളം തളിച്ച് കുഴച്ചെടുക്കുക എന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ അത്രയും കുഴച്ച് സോഫ്റ്റ് ആക്കുക എന്നും വേണ്ട, എളുപ്പമാണേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുക്കാവുന്നതാണ്. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ എടുക്കില്ലേ, അത്രയുള്ള ഓരോ സൈസ് ബോൾ എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കൈ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിക്കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ ഈ നടുക്ക് നമുക്ക് കുഴി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് വേണം നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫില്ലിങ് എത്രത്തോളം വെക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. അതിനനുസരിച്ച് ഇങ്ങനെ കുഴി ഉണ്ടാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ കൊഴുക്കട്ട ഉരുട്ടുന്നത് പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ മുകൾ ഭാഗം ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ അരിമാവായതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 6 എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റീമറിൽ വെക്കാവുന്ന സൈസ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. സ്റ്റീമറിൽ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് സ്നാക്കുകളെല്ലാം വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. കാരണം നമ്മുടെ ഫില്ലിംഗ് എല്ലാം കുക്കായതാണല്ലോ. ഇനി നമുക്കിതിനെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ സ്നാക്കെല്ലാം ഇട്ട് 2 സൈഡും കുറച്ചൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണ്ട എങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക. ഇതുപോലെ സൈഡും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നിന്ന് 1-2 കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു നേരത്തെ ആഹാരം കഴിച്ചതുപോലെ ആകും കേട്ടോ. അത്രയ്ക്ക് നല്ല ഫില്ലിംഗ് ആണ്, നല്ല എനർജിയും കിട്ടും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.